അക്കാഡമിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത്, ഹിന്ദിയിലെ. ഇത് 2 ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്ന ഗ്രാമറാണ്. ഇന്ന് ഞാനിത് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ടെസ്റ്റിൽ പോകാനുള്ള കാരണം ഗ്രാമർ ഇടയ്ക്ക് വെച്ച് നമുക്കിനിയും വരാം. അപ്പോൾ ടെസ്റ്റിലെ ഒന്നാമത്തെ പാഠം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കിട്ടിയതാണ്. വീർ ബഹൂട്ടി എന്നുള്ള പാഠം. എന്താ വീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ? ഇന്ദ്രഗോപം എന്ന് മലയാളത്തിൽ പറയും, ലേഡി ബേർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രഗോപം എന്നാണ് മലയാളത്തിൽ അർത്ഥം. പിന്നെ ലേഡി ബേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ കാണുന്ന ഒരു ജീവിയാണ് വീർ ബഹൂട്ടി. അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ വീർ ബഹൂട്ടി എന്ന് പറയുന്നത് കഥയാണ്, കഹാനിയാണ്. ഓർമ്മിക്കുക, അത് എഴുതിയിരിക്കുന്നത് പ്രഭാത്താണ്. ആരാ എഴുതിയിരിക്കുന്നത്? പ്രഭാത്ത്. വീർ ബഹൂട്ടി കഹാനി എഴുതിയിരിക്കുന്നത് പ്രഭാത്ത്. അപ്പം നമ്മൾ നോക്കേണ്ടത്, ടെസ്റ്റ് എടുക്കുമ്പോൾ ടെസ്റ്റിലുള്ള പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വ്യക്തമായൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, നിങ്ങൾ ഒരു ഗെയിം കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഈ ടെസ്റ്റ് വായിക്കുന്നത്, ടെസ്റ്റ് പാഠം എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം കൃത്യമായ ഒരു സ്റ്റഡി റൂം നിങ്ങൾ സെറ്റാക്കുക. വീട്ടിൽ ഒരു സ്റ്റഡി റൂം സെറ്റാക്കിയിട്ട് ആ സ്റ്റഡി റൂമിൽ വെച്ച് വേണം നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കാൻ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോഴും അറിഞ്ഞില്ലാത്ത വേർഡ്സുകൾ എഴുതി വെക്കുക. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വാട്സപ്പ് മുഖേന തരും. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ തുടങ്ങുന്നത് വീർ ബഹൂട്ടി. ആരാ എഴുതിയിരിക്കുന്നത്? പ്രഭാത്ത്. ആരാ എഴുതിയിരിക്കുന്നത്? പ്രഭാത്ത്. പിന്നെ ഇതൊരു കഥയാണ്. അപ്പോൾ ചോദിക്കാം, വീർ ബഹൂട്ടി കഥയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രാക്കറ്റിൽ വന്ന് ചോദിക്കും. കഹാനിയാണ്. നോക്കുക, ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ, മേഘം ഒരുപാട് വർഷിച്ചിരിക്കുന്നു. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ക്ലൗഡ്. ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ, മേഘം ഒരുപാട് വർഷിച്ചിരിക്കുന്നു. ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉസ്മേ ബജാ ഹുവാ താ, എന്നിട്ടും ഫിർ ഭി എന്നിട്ട് കൂടി, ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉസ്മേ ബജാ ഹുവാ താ, ഒരുപാട് വെള്ളം ഇനിയും ബാക്കിയുണ്ട്. ഇനിയും പെയ്യാനായിട്ട് ഒരുപാട് ബാക്കിയുണ്ട്. ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ, മേഘം ഒരുപാട് വർഷിച്ചിരിക്കുന്നു. ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ, ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ, ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉസ്മേ ബജാ ഹുവാ താ, ഫിർ ഭി എന്നിട്ടും ബഹുത്ത് സാരാ പാനി ഉസ്മേ ബജാ ഹുവാ താ, ഒരുപാട് വെള്ളം ഇതിലിനിയും ബാക്കിയുണ്ട്. മേഘം ഒരുപാട് വർഷിച്ചിരിക്കുന്നു, ഇനിയും ഒരുപാട് വെള്ളം വർഷിക്കാൻ അല്ലെങ്കിൽ പെയ്യാൻ ബാക്കിയുണ്ട്. മഴ ഒരുപാട് പെയ്തിരിക്കുന്നു, ഇനിയും ഒരുപാട് മഴ പെയ്യാൻ ബാക്കിയുണ്ട്. വയല്, ഖേത്തോ ജംഗൽ, ഫോറസ്റ്റ്, കാട്, ഒക്കെ ഊപ്പർ ചായ ഹുവേത്തെ, അത് കാടുകൾക്കും വയലുകൾക്കും മുകളിൽ മേഘമായി വ്യാപിച്ച് കിടക്കുകയാണ്. ഫൈലേ ഹുവേത്തെ. അപ്പോൾ മേഘം, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മലയാളം പറഞ്ഞു തരുന്നുണ്ട്. ഹിന്ദിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി മലയാളം പറയുന്നുണ്ട്. മലയാളം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കുക. എന്നതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ക്ലാസ്സിലെടുക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കണം. പാഠം തുടങ്ങുമ്പോൾ തന്നെ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ടെസ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ വായിക്കുന്നത് അനുസരിച്ച് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് ഇതിൽ കൂടുതലൊന്നും പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല. അപ്പൊ നോക്കുക, വെഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുവേത്തെ, വെഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുവേത്തെ. അപ്പോൾ ബാക്കിയുള്ള മഴ ഇനിയും എന്ത് മേഘങ്ങളായി വ്യാപിച്ചു കിടക്കുകയാണ്. എവിടെ? വയലുകൾക്കും കാടുകൾക്കും മുകളിൽ വ്യാപിച്ച് കിടക്കുക. വെഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുവേത്തെ, കാടുകൾക്കും വയലുകൾക്കും മുകളിൽ വ്യാപിച്ച് കിടക്കും. സാരാ ആകാശ് മേഘം സെ ഭരാത്ത, ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആകാശം സ്കൈ, ആകാശ, ഗഗൻ, അമ്പ്,
അപ്പൊ എന്നൊക്കെ പറയാം. സര ആകാശ് മേഘം സെ ഭരാ ഹുവാ താ. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സര ആകാശ് മേഘം സെ ഭരാ താ. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ. മേഘം ഒരുപാട് വർഷിച്ചിരിക്കുന്നു. ബാദൽ ബഹുത്ത് ബർസ് ലിയേത്തെ ഫിർ ഭി ബഹുത് സാരാ പാനി ഉസ്മേ ബജാ ഹുവാ താ. എന്നിട്ടും ഇനിയും ഒരുപാട് വർഷിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് മഴ പെയ്യാനായി ബാക്കിയുണ്ട്. ബർസ് ലിയേത്തെ വേ ഗേത്തോം ജംഗലോं के ऊपर छाए हुए थे. वे ഗേത്തോം ജംഗലോं के ऊपर छाए हुए थे. അത് കാടുകൾക്കും വയലുകൾക്കും ഇടയിൽ മുകളിൽ വ്യാപിച്ചു കിടക്കുന്നു. സാരാ ആകാശ് മേഘം സെ ഭരാത്ത. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സാരാ ആകാശ് മേഘം സെ ഭരാത്ത. മേഘം കി ഛായാവോ മേ ഗീലി ഹവായെ വെറ്റ് ഹവ. വെറ്റ് ഗീലി വെറ്റ് നനഞ്ഞ ഈർപ്പമുള്ള കാറ്റ് ഇധർ ഉധർ ഗൂന്തഹിത്തി. അപ്പോൾ നമുക്ക് മേഘങ്ങൾക്കിടയിലൂടെ നമുക്ക് എന്താ വരുന്നത്? മേഘം കി ഛായ മേ. മേഘങ്ങൾക്കിടയിൽ മേഘത്തിന്റെ ക്ലൗഡ്, മേഘത്തിന്റെ തണലിൽ എന്തുണ്ടായിരിക്കുന്നു? ഗീലി ഹവായെ വെറ്റ് എയർ ഗീലി ഹവ. അവ നനഞ്ഞ കാറ്റ്, ഈറലുള്ള കാറ്റ്. ഇധർ ഉധർ ഗൂന്തഹിത്തി. നമുക്ക് അനുഭവപ്പെടുകയാണ്, കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റ് ഹവ ഇധർ ഉധർ घूम रही थी. पेड़ों के तने अभी भी गीले थे. अब पेड़ों के तने, पेड़ ट्री, तने ശരീരം. അപ്പൊ മരത്തിന്റെ ശരീരം തന്നെ മരത്തടി എന്തായിരിക്കുന്നു? അബിബി ഗീലത്തെ വെറ്റത്തെ. അപ്പൊ അബിബി ഗീലത്തെ ഇപ്പോഴും നനഞ്ഞിട്ടാണ്. മരത്തടി ഇപ്പോഴും നനഞ്ഞിട്ടാണ്. पेड़ों के तने अभी भी गीले थे. മരത്തടി ഇപ്പോഴും നനഞ്ഞ. അതിനർത്ഥം എന്താ? മരത്തടി ഇപ്പോഴും നനഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മരത്തടി മഴ പെയ്തിട്ട് അല്പസമയമേ ആയിട്ടുള്ളൂ, ഒരുപാട് സമയമൊന്നും ആയില്ല, അത് ആറാനുള്ള സമയമൊന്നും ആയിട്ടില്ല. पेड़ों के तने अभी भी गीले थे. മരത്തടി ഇപ്പോഴും നനഞ്ഞിട്ടാണ്. മൂംഗാഫിലോക്കെ ഹരേ ഗേത്തോമേ. മൂംഗാഫില എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട്. ഓർമ്മിക്കണേ, ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞാൽ നിലക്കടല. മൂംഗാഫില ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ നിലക്കടല. മൂംഗാഫിലോക്കെ ഹരേ ഗേത്തോമേ. പച്ച പിടിച്ച വയലുകളിൽ, നിലക്കടലയുടെ പച്ച പിടിച്ച വയലുകളിൽ. പീലെ ഫൂൽ അബിബി ഗീലേത്തെ. ഇപ്പൊ നിലക്കടലയുടെ വള്ളിയിലുണ്ടാകുന്ന പൂക്കൾ മഞ്ഞ നിറമാണ്. പീലെ അബിബി ഗീലേത്തെ. ആ നിലക്കടലയുടെ പൂക്കളിൽ വീണിരിക്കുന്ന മഴത്തുള്ളികൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നനഞ്ഞു കിടക്കുകയാണ്. പൂക്കൾ പോലും നനഞ്ഞു കിടക്കുകയാണ്. മുംഗാഫിലൊക്കെ ഹരേ ഗേത്തോമേ പീലെ ഫൂൽ അബിബി ഗീലേത്തെ. ഈ ഗ്രൗണ്ട് നട്ടിന്റെ, അതായത് നിലക്കടലയുടെ ചെടികളിലുള്ള മഞ്ഞപ്പൂക്കളിൽ വീണിരിക്കുന്ന മഴത്തുള്ളികൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഫൂലെ അബിബി ഗീലേത്തെ, അല്ലെങ്കിൽ മഴത്തുള്ളികൾ കൊണ്ട് നനഞ്ഞിരിക്കുന്ന ആ പൂക്കൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ്, അറിയത്തില്ല. ഗേത്തോമേ ചോട്ടാ ബാജിറ ഉക്കാത്ത. എന്തിന്റെ? ബാജിറ എന്നത് ചോളം. അപ്പോൾ ചെറിയ ചോളങ്ങൾ ഉണ്ട്. ഉഖാത്ത. ബാജിരക്കെ ലംബേ പതലെ പാത്തുമ്മേ. ലംബേ നീളമുള്ള, ലാർജ് നീളമുള്ള. പാത്ത് ലീഫ് ഇല. അപ്പൊ ഇത് ലംബേ പതലെ എന്ന് മെലിഞ്ഞ. അപ്പോ ലംബേ പതലെ പാത്തോമ്മേ. പാനിക്ക് ബൂന്ത് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്, തുള്ളി. ഡ്രോപ്പ്. അപ്പൊ പാനിക്ക് ബൂന്ത് അബി ബൂന്തെ അടക്കി ഹുയിത്തി. അടക്കിന ഒട്ടിച്ചേരുക, ഇപ്പോഴും പറ്റി നിൽക്കുകയാണ്. എന്തില്? ചോളത്തിന്റെ ഇലകളില് നീളമുള്ള ഇലകൾ. ചോളത്തിന്റെ ഇലകൾ നെല്ലിന്റെ ഇലകൾ പോലെ നീളമുള്ള ഇലകളാണ്. അപ്പോ മെലിഞ്ഞ നീളമുള്ള ചോളത്തിന്റെ ഇലകളിൽ ഇപ്പോഴും വെള്ളത്തുള്ളികൾ ഒട്ടി നിൽക്കുകയാണ്. ബൂന്തെ അബിബി അടക്കി ഹുയിത്തി. ഇപ്പോഴും ഒട്ടിക്കിടക്കുന്നു. ബാരിഷ് കി ഹവാമേ. മഴക്കാലത്തെ കാറ്റിൽ. ഗീലേ ഗേത്തോ എന്ന് പറഞ്ഞാൽ നനഞ്ഞ
മണ്ണ്, നനഞ്ഞ മണ്ണിൻ്റെയും ബാരിഷ് കി അരിയാലി കി ഗന്ധ്, മഴത്തുള്ളികളുടെ ബാരിഷ് മഴക്കാലത്തിൻ്റെ പച്ചപ്പിൻ്റെയും ഗന്ധം വ്യാപിച്ചിരിക്കുന്നു. ദുലി ഹുയി ഹേ, നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ പച്ചപ്പിൻ്റെ ഗന്ധം നമുക്ക് നമ്മളിൽ അനുഭവപ്പെടുകയാണ്. ബാരിഷ് കി ഹവാമേ, ബാരിഷ് കി ഹവാമേ, മഴക്കാലത്തെ കാറ്റിൽ. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോ, നനഞ്ഞ വയലുകൾ. ഔ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, മഴക്കാലത്തെ ഹരിയാലി കി ഗന്ധ്, പച്ചപ്പിൻ്റെയും ഗന്ധം നമുക്ക് എന്ത് ചെയ്യുന്നു? ഗന്ധ് ദുലി ഹുയിത്തെ ഉനെ. നോക്കുക, നമ്മൾ ഇത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിക്കുക. അത് നന്നായി വായിച്ച് ക്ലിയർ ആക്കി എടുക്കണം. ഇത് നന്നായിട്ട് വായിച്ച് നോക്കുക. ഇതിൽ എവിടെ നിന്നാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുക എന്ന് പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് ക്ലിയർ ആക്കുക. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ ഡയറക്റ്റായി നിങ്ങൾ ഇവിടെ വരുമെന്നറിയാം. അപ്പോൾ ആ സമയത്ത് നമുക്കത് എന്ത് ചെയ്യാം? ക്ലിയർ ആക്കുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എടുത്ത് വെക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ച് അതിൻ്റെ ഓരോ വേർഡ്സിൻ്റെയും മലയാളം നിങ്ങൾക്ക് അറിയാമെന്ന് വരുത്തി തീർക്കുക. ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഓർബിറ്റോട് അല്ലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക. അപ്പോൾ അതിന് മറുപടിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. പിന്നെ വീർ ബഹൂട്ടിയും സേ മിൽന ഹോത്താ താ, മിൽന സേ മിൽന ഹോത്താ താ, വീർ ബഹൂട്ടിയും സേ മിൽന ഹോത്താ താ. അവർക്ക് എന്ത് വേണം? വീർ ബഹൂട്ടിയെ കാണണം. ആർക്ക്? നോക്കാം. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അവര് കുട്ടികള് എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് കുറച്ച് സമയം മുന്നേ പുറപ്പെട്ടു. എന്തിനു വേണ്ടി? സ്കൂൾ സേ കുച്ച് സമയം പകലേക്ക് നികലേത്തെ. ക്യോം? എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് ആദ്യം മുന്നേ പുറപ്പെട്ടത്? ഉനെ വീർ ബഹൂട്ടിയും കോ ദേഖ്നാ ചാഹിയേ. അവർക്ക് എന്ത് കാണണമായിരുന്നു? വീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. ഉനെ वीर बहुटियों को देखना था, उन्हें वीर बहुटियों से मिलना होता था. അവർക്ക് വീർ ബഹൂട്ടിയെ കാണണമായിരുന്നു, मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് स्कूल के लिए घर से कुछ समय पहले निकल आते थे. घर से कुछ समय पहले निकल आते थे. സ്കൂളിലെ കുറച്ച് സമയം മുന്നേ അവർ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പുറപ്പെട്ടു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കുട്ടികൾ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്തിനു? സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് നേരത്തെ കുട്ടികൾ ഇറങ്ങിയത്? അവർക്ക് എന്ത് കാണണം? വീർ ബഹൂട്ടിയോ കോ മിൽന ചാഹിയേ യാ ദേഖ്നാ ചാഹിയേ. വീർ ബഹൂട്ടിയെ കാണണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് നോക്കി കണ്ട് കാണണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. ഉന്നെ വീർ ബഹൂട്ടിയും സേ മിൽനാ ഹോത്താ താ. അവർക്ക് എന്ത് കാണണമായിരുന്നു? വീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കേ ലിയേ ഘർ സേ കുച്ച് സമയം പഹലെ നികൽ ആത്തെ തെ. പുറപ്പെട്ടു. നികൽ എന്ന പുറപ്പെടും. സ്റ്റാർട്ട്. निकल आते थे. कस्बे से सड़े खेतों में वीर बहुटियों खोजा करते थे. ഘോജന എന്ന് പറഞ്ഞാൽ ഘോജന എന്ന് പറഞ്ഞാൽ എൻക്വയറിയാണ്, അന്വേഷണം എന്ന് പറയുന്നത്. കസ്ബേ സേ സഡേ, ഇപ്പം എന്താ? നാൽക്കവലിയായി ബന്ധപ്പെട്ട അപ്പോൾ പ്രദേശത്തെ കസ്ബേ സേ സഡേ ഗേത്തോമേ, കവലയിലെ അടുത്തുള്ള സഡേ, ചേർന്നിരിക്കുന്ന, സഡേ തന്നെ ചേർന്നിരിക്കുന്ന സഡേ ഗേത്തോമേ, വയലുകളിൽ വീർ ബഹൂട്ടിയും ഖോജാ करते थे. അവർ വീർ ബഹൂട്ടിയും ഖോജാ करते थे, അന്വേഷിക്കുകയാണ്. ഇപ്പൊ ബच्चे വീർ ബഹൂട്ടിയ കഹാം ഖോജത്തെ ഗേ. എവിടെയാണ് കുട്ടികൾ വീർ ബഹൂട്ടി അന്വേഷിക്കുന്നത്? എവിടെ അന്വേഷിക്കുന്നത്? കസ്ബേ സേ സഡേ ഗേത്തോമേ. ഇപ്പോൾ ഓർമ്മിക്കാം, ക്വസ്റ്റ്യൻ ഓർമ്മിക്കാം. ബच्चे വീർ ബഹൂട്ടിയ കഹാം ഖോജത്തെ ഹേ. എവിടെയാണ് അന്വേഷിക്കുന്നത്? ബच्चे വീർ ബഹൂട്ടിയ കഹാം ഖോജത്തെ ഹേ. എവിടെയാണ് കുട്ടികൾ വീർ ബഹൂട്ടി അന്വേഷിക്കുന്നത്? കസ്ബേ സേ സഡേ ഗേത്തോമേ. കസ്ബേ സേ സഡേ ഗേത്തോമേ ഖോജാ करते थे. कस्बे से सड़े इन खेतों में वीर बहुटियां खोजा करते थे. सुर्ख मुलायम ഗദ്ബദി വീർ ബഹൂട്ടിയാം. സുർക്ക് ചുവന്നത്, മുലായം ഗദ്ബദി മിനുസമുള്ളത്. മുലായം ഗദ്ബദി മൃദുലമായത്, മിനുസമുള്ളത്. മുലായം ഗദ്ബദി വീർ ബഹൂട്ടിയാം.
വീർ ബഹുട്ടിയാം. സുർക്ക് മുലായം ഗദ്ബദി വീർ ബഹുട്ടിയാം. അപ്പൊ വീർ ബഹുട്ടിയുടെ വിശേഷതകളാണ് പറയുന്നത്. വീർ ബഹുട്ടിക്ക് വിശേഷത ക്യാ ഹേ? ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. അപ്പൊ ചുവന്നതാണ്, നല്ല ചുവപ്പ് നിറമാണ്, മിനുസമുള്ളതാണ്, മൃദുലമായതാണ് വീർ ബഹുട്ടി. പിന്നെയോ ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. അത് ഏതുപോലെയാണ്? ധർത്തി പർ ചൽത്തി ഫിർത്തി ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗൂൻ കി പ്യാരി പ്യാരി ഗൂന്തേം. ഖൂൻ എന്ന ബ്ലഡ്, രക്തം. അപ്പൊ രക്തത്തിന്റെ പ്യാരി പ്യാരി ബൂന്തേ, പ്രിയപ്പെട്ട തുള്ളികൾ പോലെയാണ്. ബൂന്തേ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡ്രോപ്പ്. അപ്പൊ എന്ത് ചെയ്യുന്നത്? ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ഗൂന്തേ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുണ്ട്. വീർ ബഹുട്ടിയോं की വിശേഷത क्या है? എൻ്റെ കൂടെ തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കണം. നമ്മളെ സ്കൂളിലെ സിസ്റ്റം അതാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയാ, അത് ക്ലാസ്സിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കുക. എന്താ വേണ്ടത്? വീർ ബഹുട്ടിയോं की വിശേഷത क्या है? വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. വേണമെങ്കിൽ ആർക്കെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോളണം കേട്ടോ. വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. वो धरती पर ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ കെ സമാൻ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള അവസരമാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. അടുത്ത ദിവസം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ വീണ്ടും പറയുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക? കൃത്യമായി നോട്ടിലേക്ക് എഴുതി വെക്കുക. വീർ ബഹുട്ടിയോं की विशेषता क्या है? വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. എന്താ പറഞ്ഞ? സുർക്ക് മുലായം ഗദ്ബദി ഹേ. വഹ ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ കെ സമാൻ ഹേ. ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ തുള്ളികൾ പോലെയാണത് വീർ ബഹുട്ടി. അപ്പൊ ഒന്നും കൂടി ഓർമ്മിക്കുക. വീർ ബഹുട്ടിയോं की വിശേഷത क्या है? വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. എഴുതിയിട്ടുണ്ടാവുമല്ലോ. വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. വഹ ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ കെ സമാൻ ഹേ. അപ്പൊ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞു. ബच्चे घर से कुछ समय पहले निकलते थे. क्यों? കുട്ടികൾ കുറച്ച് സമയം മുന്നേ സ്കൂളിലേക്ക് പുറപ്പെടുന്നു. ക്യോ? വീർ ബഹുട്ടിയോं देखने के लिए. വീർ ബഹുട്ടിയാം കഹാം देखते हैं. എവിടെയാണ് വീർ ബഹുട്ടി കാണുന്നത്? വീർ ബഹുട്ടിയാം കഹാം देखते हैं. കസ്ബേ സേ സഡേ ഗത്തോ മേ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. വീർ ബഹുട്ടിയാം കഹാം देखते हैं. എവിടെയാണ് വീർ ബഹുട്ടി കാണുന്നത്? കസ്ബേ സേ സഡേ ഗത്തോ മേ. മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? വീർ ബഹുട്ടിയോं की വിശേഷത क्या है? എന്താണ് വീർ ബഹുട്ടിയുടെ വിശേഷത? വീർ ബഹുട്ടിയാം സുർക്ക് മുലായം ഗദ്ബദി ഹേ. സുർക്ക് മുലായം ഗദ്ബദി ഹേ. वो धरती पर चलती फिरती गून की प्यारी प्यारी बूंदे के സമാൻ ഹേ. ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികൾ പോലെയാണ് എന്നുള്ളത് വീർ ബഹുട്ടിയാം അല്ലെങ്കിൽ ലേഡി ബേർഡ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഉസ്കെ ബസ്തി ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഉൻകെ ബസ്തെ ഉൻകെ പീഠ് പർ ലദേ ഹുവേ തേ. അവരുടെ ബോക്സ്, അവരുടെ ബാഗ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പുറം ഭാഗത്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. പീഠ് പർ ലദേ ഹുവേ തേ. കന്ധേ പർ ടംഗേ ഹോത്തേ തേ. കന്ധേ പർ टंगे होके थे. टंग तूकी हैंगिंग टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, नजदीक पास, അടുത്ത്, एक दूसरे के बहुत नजदीक रहकर, ഒരാളെ മറ്റൊരാളെ അടുത്ത് നിന്നുകൊണ്ട്, ബൽക്കി
കഹ്ന ചാഹിയെ നമുക്ക് പറയാൻ കഴിയും. ബൽക്കി കഹ്ന ചാഹിയെ മറിച്ച് പറയാൻ കഴിയും. കഹ്ന ചാഹിയെ വേ ബിൽക്കുൽ സടക്ക് കർ വീർ ബഹുട്ടിയാം ഘോഷിത്തെ അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ സടക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വീർ ബഹുട്ടിയാം ഘോഷിത്തെ അവരെന്ത് നടത്തിയാണ്? വീർ ബഹുട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വീർ ബഹുട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികൾ उन्हें देखने के लिए वे बारिश की गंध भरी बूरी जमीन पर തവിട്ട് നിറമുള്ള ഭൂമി മണ്ണുകൾ പലതരത്തിലുണ്ട്. എക്കൽ മണ്ണ് അങ്ങനെ നിങ്ങൾക്ക് ജോഗ്രഫിയിലൊക്കെ പഠിക്കാൻ. അതുപോലുള്ള ബൂരി ജമീൻ पर बैठ जाया करते थे. अब उन्हें देखने के लिए किन्हें देखने के लिए किसको देखने के लिए? वीर बहूटियों को देखने के लिए वीर बहूटियों को देखने के लिए वह बूरी जमीन पर बैठ जाया करते थे. बूरी जमीन पर बैठ जाया करते थे. എന്ത് ചെയ്യാണ്? തവിട്ട് നിറത്തിലുള്ള ഭൂമിയില് മണ്ണില് ഇരുന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പാരഗ്രാഫില് ഇപ്പൊ 2 പാരഗ്രാഫ് നമ്മളിവിടെ കഴിഞ്ഞു. 2 പാരഗ്രാഫില് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ വീർ ബഹൂട്ടിയാം കഹം ദേഖ്തേ ഹേ. എന്താണ്, എവിടെയാണ് വീർ ബഹൂട്ടി കാണുന്നത്? വീർ ബഹൂട്ടി കഹം ദേഖ്തേ ഹേ കസ്ബേ സേ സഡേ ഗേത്തോ മേ ബच्चे പഹലെ ഹി സ്കൂൾ കേ ലിയേ നിക്കലേ ക്യോं? എന്തിനാണ് ആദ്യം തന്നെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെട്ടു? स्कूल के लिए घर से कुछ समय पहले निकले क्यों? वीर बहूटियों को देखने के लिए. वीर बहूटियों की विशेषता क्या है? അടുത്ത क्वेश्चन, वीर बहूटियों की विशेषता क्या है? वीर बहूटियां सुर्ख मुलायम गदबदी है, वो धरती पर चलती फिरती गुण की प्यारी प्यारी बूंदे के समान है. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ അതിൽ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പൊ എടുത്തിരിക്കുന്ന 2 പാരഗ്രാഫ് ഉണ്ട്. 2 പാരഗ്രാഫിൽ നമ്മൾ ക്വസ്റ്റ്യൻ 2 പഠിച്ചു കഴിഞ്ഞു. 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇത് വേണ്ടത് ഈ 2 പാരഗ്രാഫിന്റെയും എവിടെ വന്നാലും അതിന്റെ മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സംഭാഷണമൊക്കെ എഴുതാൻ പറ്റുന്നെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 പാരഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുന്ന വാട്സപ്പിൽ മുഖേന തരും. ബാക്കിയുള്ള അടുത്ത ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം.